ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ മറ്റൊരു വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമ്മൾ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് രാവിലെ എണീറ്റ് ഉടനെ തന്നെ എനിക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് നീങ്ങില്ല. എന്താണെന്നറിയില്ല, ചോറിന് വലിയ പണിയൊന്നുമില്ല, പക്ഷെ എനിക്ക് ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ എനിക്കൊരു ടെൻഷനാണ്. പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് ഞാനിത് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് പോയി. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് പച്ചരി കലക്കി പറഞ്ഞതൊന്നുമല്ല, അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചുടലുണ്ട്, അരിപ്പൊടി കലക്കി പാരലുണ്ട്. അപ്പം ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് കണ്ട് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു എന്താ ഇപ്പോൾ കടി ഉണ്ടാക്കുക. ഇപ്പോൾ റേഷൻ പൊടിയിൽ നിന്ന് ഗോതമ്പ് പൊടി കുറേ കിട്ടുന്നുണ്ട്, ഗോതമ്പ് പൊടി ഉണ്ട് ഇവിടെ. പച്ചരി ഇന്നലെ വെള്ളത്തിലിട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുട്ടാൽ നല്ല ടേസ്റ്റാണ്, അങ്ങനെ ചൂടാന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. അത് മറന്നുപോയി. അതിൽ ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നൂൽപുട്ട് ഇടണോ ചപ്പാത്തി ഇടണോ. അതിൽ ലാസ്റ്റ് ആലോചിച്ച് സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഞാൻ വേഗം നീച്ചും കണ്ട് എന്ത് ചെയ്തു, അരിപ്പൊടി എടുത്ത് കണ്ട് കലക്കി കണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ചട്നി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അപ്പൊക്കെ ഞാനവിടെ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ വേഗം കുറച്ച് ചട്നി ഉണ്ടാക്കാൻ വിചാരിച്ചു. ചട്നിക്ക് ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കടുക് വറുത്തുകൊണ്ട് തേങ്ങയിൽ കുറച്ച് എന്താ പറയുക, ചെറിയ ഉള്ളിയും മുളകും പൊടി ഇട്ട് അടിച്ചതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒരു കുടം വെളുത്തുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി ചട്നിയിൽ ഇട്ടാൽ. അങ്ങനെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ മീൻ പോയി വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. മത്തിയാണ് കിട്ടിയത് കേട്ടോ, നല്ല മത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ മീൻ നന്നാക്കണം കാത്തിക്കുന്നുണ്ട് ഇയാൾ മീനിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചായ ചെയ്യട്ടെ എന്നിട്ട് തരട്ടോ ഓർമ്മ അങ്ങനെ മീനൊക്കെ അവിടെ വെച്ച് കണ്ട് ഞാൻ ചായ എടുക്കാൻ പോയിട്ടോ. അപ്പോൾ ആ ചട്ടിനിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ അപ്പം. ഞാൻ ഈ അപ്പം തിരിച്ചിട്ടും കണ്ടു ഒന്ന് ചെറിയൊരു ഏകദേശം ഒരു നെരിഞ്ഞ രൂപത്തിലാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം വന്നു കണ്ട് മീനൊക്കെ നന്നാക്കി. മീൻ നന്നാക്കിയിട്ട് മീൻ കായം കൂട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കായം കൂട്ടിക്കണേൽ ഞാൻ കുറച്ച് സുർക്ക എപ്പോഴും ആഡ് ചെയ്യലുണ്ട് കേട്ടോ. കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എനിക്ക് കുറച്ച് സുർക്കയും കൂടി ആഡ് ചെയ്യും കേട്ടോ. പച്ചവെള്ളത്തിലല്ല ഞാൻ ചെയ്യൽ. പച്ചവെള്ളത്തിൽ ചെയ്യണവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇങ്ങനെ ചെയ്യണത്. മീൻ ചെറിയൊരു ടേസ്റ്റും കൂടും സുർക്ക ഒഴിച്ച് കൊടുത്താൽ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് കുഴച്ചിട്ടുണ്ട്. ഇനി അതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയേക്കട്ടെ. കുറച്ച് നേരം അവിടെ നിന്നോട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തീനു. അപ്പോൾ അതൊന്ന് ഇളക്കട്ടെ വെച്ച് കണ്ട് അങ്ങനെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. അതുമല്ല അത് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് നോക്കിയിട്ടില്ലെങ്കിൽ വേഗം കേട്ടോ. ഒരുവിധം ഞാൻ വെക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ വേഗം കയറലുണ്ട്. ഇപ്പം ആണെങ്കിൽ വേഗം കയറി ചോറ് പറ്റൂല. അപ്പം ഇടക്കിടക്ക് വന്ന് നോക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എന്നിട്ടാണ് ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കൈപ്പങ്ങയാണ്. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ വെള്ളിയാഴ്ച പച്ചക്കറിക്കാരൻ വന്നിരുന്നു. അപ്പോൾ വണ്ടി ഇതിൽ വരും നമ്മൾ വീടിൻ്റെ മുമ്പ് കൂടെ. അപ്പോൾ അതിന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന പച്ചക്കറിയാണ് കേട്ടോ. കൈപ്പങ്ങയായിരുന്നു. അപ്പോൾ ഒരു 3 കൈപ്പങ്ങ ഉണ്ടായിരുന്നു. ഒരു കൈപ്പങ്ങ കേടായിരുന്നു, എന്നാലും ഒരു പകുതി കേട് കേട്ടോ. അതുകൊണ്ട് അതൊക്കെ നന്നാക്കി എടുത്തുകൊണ്ട് ബാക്കിയുള്ള ഞാൻ അരിയാൻ മടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ചോപ്പറിലിട്ടങ്ങാണ്ട് 4 കറക്കണം കറക്കിട്ടോ. അപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, എന്നാൽ തേങ്ങ അരച്ചിട്ട് വെക്കാമെന്നുള്ള അങ്ങനെ തോന്നിട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ദിവസമായി കൈപ്പങ്ങ ഉപ്പേരിയൊക്കെ വെച്ചിട്ടോ. കുറേ ദിവസമായി എന്ന് പറഞ്ഞാൽ കുറേ ആയി കൈപ്പങ്ങ ഉപ്പേരി ഇങ്ങനെയൊക്കെ വെച്ചിട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം കണ്ടപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് കണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ചോപ്പറിൽ ഞാനെല്ലാം ആ 3 കൈപ്പങ്ങ ഇട്ടുകൊണ്ട് നല്ലോണം അങ്ങോട്ട് ചാച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇന്നാണെങ്കിൽ എൻ്റെ അടുത്ത് കരിവേപ്പിൻ്റെ ഇല ഇല്ല, ചുവന്നമുളകും ഇല്ല, ഒന്നുമില്ല കേട്ടോ. വെറും കടുക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് തൂമിച്ച് കണ്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനതൊന്നും ചെയ്യണില്ല. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈപ്പങ്ങയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കടുക് ചെറിയ കടുകായതുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിട്ടോ. തെറിച്ചണമെന്ന് പറഞ്ഞാൽ നമ്മളെ മേത്തേക്കൊക്കെ തെറിക്കും. നമ്മൾ ഈ പൊട്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലും അടപ്പ് വെച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മുഖമൊക്കെ പൊള്ളും കേട്ടോ. വളരെ നൈസായിട്ടുള്ള ചെറിയ തരിമണി തരിയാണ് ഇട്ടത് കടുക്. ഇത് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കൈപ്പങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അരിഞ്ഞപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ വെക്കാമെന്നുള്ളത്. അത് തേങ്ങ ഒന്നും ഇടാതെ വെക്കുമ്പോൾ ചുവന്നമുളകും കരിവേപ്പിൻ്റെ ഇല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനിതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇതിലേക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഈ ഒരു പച്ചപ്പ് കണ്ടാൽ തന്നെ അറിയാം നല്ല കയ്പില്ല കൈപ്പങ്ങയാണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് അരിയണ സമയത്തൊന്ന് നാമച്ച് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ തേങ്ങ അരച്ച് കണ്ടാൽ വെക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കഴിക്കാൻ കഴിയില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വല്യുള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ട് അങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് അതിലാറൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങ അരച്ചുകൊണ്ട് കയ്പ്പ് ഉപ്പേരി വെക്കുന്നത് കേട്ടോ. ചില ആൾക്കാർക്ക് കഴിക്കാൻ കഴിയില്ല തേങ്ങ അരച്ചാൽ, അതുകൊണ്ട് കൂടി കയ്പ്പ് കൂടും തോന്നുന്നു. അങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കണില്ല, ആ ഒരു ആവിക്ക് തന്നെ വെന്തോട്ടെ എന്ന് വെച്ചിട്ടാണ്. അതിലേക്ക് കുറച്ച് തേങ്ങയും അതുപോലെ ഒരു 4-5 പച്ചമുളക് കൊടുത്തുകൊണ്ട് ഒന്ന് ചാച്ചെടുത്തുണ്ട് കേട്ടോ.
നല്ലോണം അരക്കണ്ട, ചതച്ചാൽ മതി കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം അതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കട്ടെ എന്തായിക്കണെന്നുള്ളതൊന്ന് നോക്കാം. പിന്നെ ഒരു മുക്കാൽ ഭാഗമൊക്കെ ആകുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഇട്ട് കണ്ട് ഇതാക്കണ്ട. അപ്പം ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു തേങ്ങ അരച്ചങ്ങാണ്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പം ഞാനൊരു ഒരു തേങ്ങൻ്റെ പിന്നെ പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര കയ്പ്പ് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തത്. പിന്നെ കുറച്ചൊക്കെ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലിട്ട് കണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ആവിക്ക് അവിടെ കടന്ന് വന്നോട്ടെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പം അങ്ങനെ അതാ ഉപ്പേരിയൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ച് വെക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ അതാ ഞാൻ ഉപ്പൊക്കെ പാകമുണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം അങ്ങനെ നമ്മളെ ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് മീൻ പൊരിച്ചതും ഉപ്പേരിയും പിന്നെ അതുപോലെ തന്നെ താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്ന് താളിക്കാൻ മുരിങ്ങ നോക്കിയപ്പോൾ ഉപ്പാക്ക് മുരിങ്ങ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ തക്കാളി എടുത്തുകൊണ്ട് കുറച്ച് താളിപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം പിന്നെ ഇന്നത്തെ കറിയും അങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഞാൻ മീൻ പൊരിക്കാൻ പോവുകയാണ്. മീനെ കായം കൂട്ടിച്ചിട്ട് കുറച്ച് നേരമായി. നമ്മൾ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞ ശേഷം കായം കൂട്ടിക്കൊണ്ടൊരു പിന്നെ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് ആ ഉപ്പും പുളിയൊക്കെ അതിൽ പിടിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീൻ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് പിന്നെ എന്താ മീൻ ഇങ്ങനെ വരിവരിക്ക് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇന്ന് ഞാൻ മീൻ 100 രൂപേൻ്റെ മീനേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇന്ന് കിലോ വന്നിട്ടുള്ളത് 200 രൂപ കേട്ടോ. ചില സമയത്ത് മീനിന് ഭയങ്കര വിലയാണ്. പിന്നെ വെള്ളസൂത ഉണ്ട്. പക്ഷേ വെള്ളസൂത പിന്നെ എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പോലെ തോന്നി. പിന്നെ ഞാൻ വാങ്ങിയില്ല. മത്തി പിന്നെ നല്ല മത്തിന്ന് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ വാങ്ങി. അപ്പം ഓല അങ്ങനെ നിരത്തി നിരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീൻ ഇങ്ങനെ പൊരിഞ്ഞ് വരട്ടെ. പിന്നെ ചട്ടിയിൽ തിക്കി ഇതാക്കിയാണ്ടാണ് ഇടുന്നത് കേട്ടോ. ചെറിയ ചട്ടിയാണ്, വലിയ ചട്ടി ഇല്ല കേട്ടോ മീൻ പൊരിച്ചത്. ഇനി ഒരു വലിയ ചട്ടി ഒന്ന് വാങ്ങണം. പിന്നെ ഈ ചെറിയ ചട്ടിയിലാകുമ്പോഴേ ഒന്നെങ്കിൽ നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കാൻ നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തിക്കി തിരികെ അങ്ങനെ ഇതാക്കാൻ നിൽക്കണം. ഞാൻ പിന്നെ ഒറ്റ പിന്നെ അതേക്ക് തന്നെ ആയിക്കോട്ടെ വെച്ചുകൊണ്ട് അങ്ങനെ കുത്തി തിരികിട്ട് അതിലുണ്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതവിടെ ആകട്ടെ. പിന്നെ ഇനി എനിക്ക് താളിപ്പ് ഉണ്ടാക്കണം. അപ്പോൾ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ തക്കാളി താളിപ്പ് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ ചില ആളുകൾക്ക് തക്കാളി താളിപ്പ് നല്ല ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ തക്കാളി കൊണ്ട് തക്കാളി കൂട്ടം ഉണ്ടാക്കി കഴിക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതാട്ടോ. അപ്പോൾ അതാ ഞാനിന്ന് കടുകൊന്നും ഇടുന്നില്ല. ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും. എന്നിട്ടിത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് കരിയാതെയൊക്കെ നോക്കുക. എനിക്ക് ആ ഒരു റെഡ് നിറയണ സമയത്താണ് ഞാനത് നോക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കണതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മീനും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്ത് മീൻ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ മീനായിട്ടുണ്ട്, ഉപ്പേരിയായി. ഇനിയിപ്പോൾ ഈ കറിയും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. സമയം ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി താളിപ്പും കൂടിയും കഴിഞ്ഞാൽ പിന്നെ കഴിക്കാം. അപ്പോൾ മോളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. വിശന്നിട്ട് സമയം വേഗം കറിയാക്കിയെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ധൃതിയിലാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാക്കണം നമ്മളെ പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് തന്നെ ചുവന്ന കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 തക്കാളി ഇട്ട്, 2 പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള തക്കാളിയാണ്, പറ്റ വലുതും അല്ല, അങ്ങനത്തെ 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് എന്ത് ചെയ്യണം, പിന്നെ ഒന്നിങ്ങോട്ട് എന്താ പറയുക ബന്ധങ്ങാണ്ട് ഒന്നിങ്ങോട്ട് ഉടയണം, ഒന്നുകൊണ്ട് കുഴഞ്ഞ രൂപത്തിലാകണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കഞ്ഞീൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുക്കുക. അപ്പം ചില ആളുകൾ പച്ചവെള്ളം ഒഴിച്ചങ്ങാണ്ട് ഉണ്ടാക്കും കേട്ടോ. അതിലേക്ക് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിലർ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ അങ്ങനെ ചെയ്താലും ആ കറിയും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണക്കമീൻ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തക്കാളി താളിച്ചിരുന്ന സമയത്ത് മഞ്ഞപ്പൊടി മുളകും പൊടി കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കഞ്ഞിൻ്റെ വെള്ളം ഒഴിക്കൂലേ, കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഉണക്കമീൻ ഇട്ടുങ്ങാണ്ട് കറി വെച്ചാൽ തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഉണക്കമീൻ താളിപ്പ്. അപ്പം അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഒന്ന് അടച്ച് വെക്കട്ടെ, എന്നാൽ ആവിക്കൊന്ന് വേവുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നു. പിന്നെ ഞാനത് മറന്നു ആ കോളിലൂടെ കേട്ടോ. മറന്നതല്ല, വീഡിയോ ഓണാക്കാൻ മറന്നു. പിന്നെ കോള കഴിഞ്ഞപ്പോൾ നമ്മളെ തക്കാളി താളിപ്പിൻ്റെ പകുതി പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഇവിടെ താളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ. പിന്നെ മോളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കൂടെ എനിക്കും വിശപ്പായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കമൻറ്റും ലൈക്കൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി താളിപ്പൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ടൊന്ന് ചോറ് തന്നട്ടെ. മോൾ ഇവിടെ വന്നുകൊണ്ട് ചോറ് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വിശന്നങ്ങാണ്ട് കഴിക്കണം കേട്ടോ. കുറേ നേരമായില്ലേ, ഒരുപടിയൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ ഞാനും
പിന്നെ പോയി കണ്ട് ഞാനും ചോറൊക്കെ എടുത്തുങ്ങാണ്ട് ടേബിളിൽ പോയി കണ്ട് ഞാനും ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും പിന്നെ ചോറൊക്കെ വിളമ്പി. അപ്പം അങ്ങനെ ഞാനും ചോറൊക്കെ കഴിക്കട്ടെ, എനിക്കും നല്ല വിശപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പം ഇനി മറ്റൊരു വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.